ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവരൊരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. ഇന്ന് മോർണിംഗ് മീറ്റിൽ ഗസ്റ്റായിട്ട് നമ്മളെ ഭവനേഷ് സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിയിട്ടില്ല. ഗസ്റ്റ് കയറാൻ ഇത്തിരി വൈകും. ഏതായാലും നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഷീദ് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയാണ് സ്വദേശം. ഇന്ന് മൈലേശ്വരം മാർക്കറ്റിംഗ് കമ്പനിയിലെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. എന്നെ ഈ ഒരു മഹത്തായ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് ഇന്ന് NTC റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു മോർണിംഗ് മീറ്റിലെ നിറസാന്നിധ്യമായിട്ടുള്ള ഉമർ സാർ പന്നൂരാണ്. ഒരു 5 വർഷം മുമ്പേ ഈ ബിസിനസ്സിൽ ഐഡിയ എടുത്തു. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന്റെ മുമ്പ് 16 വർഷത്തോളം ഞാൻ ട്രഡീഷണൽ മേഖല ബിസിനസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു മൈലേശ്വരം മാർക്കറ്റിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു അവസരം ഞാൻ കേൾക്കുന്നതിന് മുമ്പേ 2002 ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചെയ്യുകയും അവിടെ ഒരുപാട് നഷ്ടസാധ്യതകൾ ഉണ്ടാവുകയും ആ സമയം മുതൽ ഇനി ജന്മകാലം ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് മാറി നിന്ന് ആ സമയത്താണ് എൻ്റെ ഫാമിലി, എൻ്റെ ജ്യേഷ്ഠൻ ഒരു കട തുടങ്ങുകയും ആ കടയിൽ ഞാൻ ഉമർ ഉസ്താദിന്റെ നാട്ടിൽ ആണ് ആദ്യം ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയത്. ട്രഡീഷണൽ മേഖല ആദ്യം ഷോപ്പ് തുടങ്ങിയത്. അത് അന്ന് എൻ്റെ കടയല്ല, എൻ്റെ ജ്യേഷ്ഠന്റെ കടയാണ്. ആ കടയിൽ ഞാൻ ജോലിക്ക് നിൽക്കുകയും ആ സമയത്താണ് ഉമർ ഉസ്താദിനെ ആദ്യം പരിചയപ്പെടുന്നത്. ഫസ്റ്റിലെ പരിചയം അവിടെ നിന്ന് വെച്ചിട്ടാണ്. അന്ന് ഞാൻ ഉമർ ഉസ്താദിനെ അറിയുന്ന കുറച്ച് ആളുകൾക്ക് ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവിടെ കൊടുത്തിരുന്നു. പക്ഷെ ആ ആൾക്ക് അതിന് റിസൾട്ട് ഒന്നും വന്നില്ല. അങ്ങനെ എനിക്ക് ആ ഒരു നാട്ടിലേക്ക് വരാനുള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖല ഞാൻ ഏറ്റെടുക്കില്ല എന്നും ചെയ്യുന്നില്ല എന്നും ആത്മാർത്ഥമായിട്ടൊരു തീരുമാനം എടുത്തു. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. ശേഷമാണ് ഇനി മുതൽ അത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് വിട്ടു. എൻ്റെ ഞങ്ങളെ കട അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക്, കുന്നുകുളം പഞ്ചായത്തിലേക്ക് കട മാറ്റി. അപ്പൊ ഞാൻ അവിടേക്ക് കടയിൽ പോകാൻ തുടങ്ങി. പിന്നെ 2010 സ്വന്തമായി ഒരു ഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ സ്വന്തം തുടങ്ങുകയും അത് ഒരു 10 വർഷത്തിൽ മേലെ സ്വന്തമായി ഷോപ്പ് നടത്തുകയും ചെയ്തു. ആ സമയത്ത് കട നടത്തിക്കൊണ്ടിരുന്നു. ഒരുപാട് കൊറോണ വന്നു, നോട്ട് നിരോധനം വന്നു. നോട്ട് നിരോധനം വന്ന സമയത്തൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ശേഷം കൊറോണ എന്ന് പറഞ്ഞൊരു മഹാമാരി നമ്മുടെ നാട്ടിൽ വന്ന സമയം. പക്ഷെ എല്ലാ ആളുകളും പറയും കൊറോണ എന്ന് പറഞ്ഞ സംഭവം എല്ലാ ആളുകൾക്കും പ്രതിസന്ധി ഉണ്ടാക്കി, പ്രയാസം ഉണ്ടാക്കി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൊറോണ എന്ന് പറഞ്ഞ ആ ഒരു മഹാമാരി, ആ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദൈവം തന്ന ഒരു എന്താ പറയാ നിയമത്ത് അല്ലെങ്കിൽ ഒരു സന്തോഷമാണെന്ന് പറയാം, ഭാഗ്യമാണെന്ന് പറയാം. കൊറോണ പ്രതിസന്ധി വന്ന സമയത്ത് കടയിൽ പ്രശ്നമായിരിക്കുന്ന, അതായത് കട ഒരു ദിവസം തള്ളി നീക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു അവസരം എന്നെ 2020 ഒക്ടോബറിൽ ആണ് ഞാൻ ബിസിനസ്സിൽ ഐഡിയ അടിക്കുന്നത്. ഐഡിയ അടിച്ചതെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിലിരിക്കുന്ന പലരും ചെയ്ത പോലെ എനിക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി ഉമർ ഉസ്താദിനെ സമീപിച്ചല്ല. ഉമർ ഉസ്താദ് പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായിട്ട് കേട്ട് ഐഡിയ അടിച്ച് ചെയ്ത് വന്ന ആളൊന്നുമല്ല ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു. ഉമർ ഉസ്താദിന്റെ വീട്ടിൽ പോയി. ഉമർ ഉസ്താദിന്റെ വീട്ടിൽ പോയ സമയത്ത് മീൻസ് ഞങ്ങൾ എല്ലാ സമയവും ഉമർ ഉസ്താദ് ഒന്നിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. മാസത്തിലൊക്കെ വെറുതെ ഇങ്ങനെ കൂടിയിരിക്കും. അത് മലേഷ്യയിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഉള്ളൊരു ബന്ധമുണ്ട്. ഞങ്ങൾ 20 വർഷം മുമ്പേ ഉള്ളൊരു ബന്ധം ഉമർ ഉസ്താദായിട്ടുണ്ടായിരുന്നു. സമയത്ത് ഒരു ദിവസം ഉമർ ഉസ്താദിന്റെ വീട്ടിൽ പോയ സമയത്ത് ഉമർ ഉസ്താദ് ഷെൽഫിൽ കുറെ പേസ്റ്റും സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അവർ കൊറോണ സമയത്താണ് 2020. ആ സമയത്ത് ഉമർ ഉസ്താദ് മദ്രസ അധ്യാപകനാണ്. തൊട്ടടുത്ത മദ്രസയിൽ ജോലി ചെയ്യാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. മദ്രസയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഉമർ ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ പോകുന്നത്. അപ്പം അവിടെ ഉമർ ഉസ്താദിന്റെ വീട്ടിൽ കുറച്ച് ഷെൽഫിൽ മീൻസ് ഷോക്കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേസ്റ്റും സോപ്പ് പോലത്തെ സാധനങ്ങൾ, അതേപോലെ കുറച്ച് ടോണിക് പോലത്തെ ചുവന്ന ബോട്ടിലുള്ള കുറച്ച് മരുന്നുകളും അവിടെ ഇങ്ങനെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉമർ ഉസ്താദിനോട് ചോദിച്ചു,
മദ്രസ ഒക്കെ നിർത്തി. അപ്പൊ ഞങ്ങൾ ഇരുന്ന ആ ഒരു ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, മദ്രസ ഒക്കെ നിർത്തി സോപ്പും പേസ്റ്റും വെക്കുന്ന കച്ചവടമാണോ ഇപ്പൊ എന്ന് ചോദിച്ചു. പിന്നീട് അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഈ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, കൊണ്ടുപോയി നോക്ക് പറഞ്ഞു. അന്നും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ബിസിനസിന്റെ സംഭവ പ്ലാനോ സാധ്യതയോ ഒന്നും അന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖല കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അത് മാറി നിൽക്കാനും അത് കേൾക്കാതിരിക്കാനൊക്കെ ശ്രമിക്കും സ്വാഭാവികമായിട്ടും. അതേപോലെ അന്ന് ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, ചെയ്തത്. അതായത് എനിക്ക് ബാധിക്കുന്നല്ല, എനിക്ക് വേണ്ട വിഷയമല്ല എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ അന്ന് അത് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ഉൽപ്പന്നത്തിനെ കുറിച്ച് വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിച്ചു. ഉപയോഗിച്ച സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, ആ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ഒരു ഗുണം കിട്ടി. പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് വർഷങ്ങളായി മോണോ ബ്ലീഡിങ് എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച സമയത്ത് കിട്ടിയ റിസൾട്ട്, ആ റിസൾട്ട് കിട്ടിയ സമയത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, മുർസാന്റെ വീട്ടിൽ പോയ സമയത്ത്, അടുത്ത മാസം പോയ സമയത്ത് ഞാൻ വീണ്ടും രണ്ട് പേസ്റ്റും കൂടെ തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഇതുകൊണ്ട് കിട്ടിയ ഗുണം. ഞാൻ പറഞ്ഞു അങ്ങനെ ആദ്യം ഞാൻ റിസൾട്ട് പറഞ്ഞില്ല. വീണ്ടും ചോദിച്ച സമയത്ത് മോണവീക്കം അതേപോലെ ബ്ലഡ് വരുന്ന പ്രശ്നത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ രണ്ട് വില ഉണ്ട്. മീൻസ് മുർസ പറഞ്ഞൊരു ശൈലി ഉണ്ട്, രണ്ട് റേറ്റ് ഉണ്ട്, MRP വിലയും ഹോൾസെയിൽ വിലയും. അപ്പം ഹോൾസെയിൽ വിലക്ക് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്രസ്സ് തന്നാൽ മതി, ID എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു ഹോൾസെയിൽ റേറ്റ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന, അന്ന് ഞാൻ 175 MRP, അന്ന് 125 തോന്നുന്നു DP വില വരുന്നത് ആ സമയത്ത്. അപ്പൊ ഞാനൊരു ഉൽപ്പന്നം എന്ത് ചെയ്യാണ്, അവരോട് മുറസാനത്ത് രണ്ട് ഉൽപ്പന്നം വാങ്ങിയ സമയത്ത് ആദ്യം MRPക്ക് തന്ന പ്രൊഡക്റ്റ് പിറ്റത്തെ മാസം എന്ത് ചെയ്തു, ഹോൾസെയിൽ റേറ്റിന് പ്രൊഡക്റ്റ് തന്നു. ഈ പ്രൊഡക്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, ഉപയോഗിച്ചു. ഒന്ന് ഞാൻ എൻ്റെ മറ്റൊരാൾക്ക്, ഒരാൾ ചോദിച്ചു അവർക്ക് കൊടുക്കുകയും ചെയ്തു. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, മറ്റാൾ ഉപയോഗിച്ചു, അവർക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഒരു ബിസിനസ് ആണെന്നും ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ആളെ ചേർക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആളെ ചേർക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കുറെ കണ്ടതാണ്, ഞാൻ ചെയ്തതാണ്, മുമ്പ് ചെയ്ത് കൈപൊള്ളിയത് കൊണ്ട് ഇനി നിങ്ങൾ ഏതായാലും ഒന്ന് ചെയ്ത് വിജയിക്കുക, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ ഈ അവസരത്തിനെ കുറിച്ച് പലതവണ എന്നോട് മുർസ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അന്ന് ആ വിഷയം മെയിൻറ്റെയിൻ ചെയ്തതല്ല. കാരണം ഞാൻ നിലവിൽ ചെയ്യുന്ന ട്രഡീഷണൽ ബിസിനസ്, ശരിക്കും ഞാൻ ചെയ്ത മേഖല നഷ്ടത്തിലേക്ക് പോവുകയാണെന്നും അതല്ലെങ്കിൽ എൻ്റെ പിടുത്തം വിട്ടിട്ടുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും നമ്മളെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ചിന്ത ഉണ്ട്, ഇതൊന്നും ശരിയാവില്ല എന്നുള്ളൊരു നമുക്കൊരു വരുന്നൊരു ചിന്ത. അതെന്നെ എന്ത് ചെയ്തു, വീണ്ടും പിന്നോട്ടേക്ക് വലിച്ചു. അങ്ങനെ ഞാൻ ഈ അവസരം മെയിൻറ്റെയിൻ ചെയ്യാതെ, അതല്ലെങ്കിൽ അതൊരു വിലയും കൊടുക്കാതെ കുറച്ചു കാലം അങ്ങനെ തള്ളിനിക്ക് പോയി. ആ സമയത്താണ് കൊറോണ ശക്തമായി. ഏകദേശം 2019 20 തുടർച്ചയായിട്ട് 6 മാസം ട്രഡീഷണൽ കടകളൊക്കെ, മീൻസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോപ്പുകളൊക്കെ പോലെ, മീൻ പച്ചക്കറി കടകൾ മാത്രം തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ ഒരവസ്ഥയിൽ 2 വർഷം തുടർച്ചയായിട്ട് എൻ്റെ കട, 2 വർഷത്തിൽ 6 മാസം തുടർച്ചയായിട്ട് കട അടച്ചിടുകയും കട തുറക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്ത സമയത്ത്, ക്വാറന്റൈൻ അല്ല ശക്തമായ പ്രശ്നമുള്ള ആ സമയത്ത് എൻ്റെ കട ഞാൻ എന്ത് ചെയ്യാണ്, അടച്ചിട്ട് വീട്ടിലിരുന്നു 2 തവണ 6 മാസം. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി എന്ത്, ഈ ഒരു അവസ്ഥയിൽ ഞാൻ മുമ്പോട്ടേക്ക് പോയാൽ ഒരുപാട് പ്രതിസന്ധി ഞാൻ നേരിടേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം ചോദിച്ചു. ആ സമയത്താണ് ഉമർസാന്റെ വിളി. ഞങ്ങള് ഒരു ടയർ സെല്ലിങ് അല്ലെ ഈ മൈലേഷ്യയിൽ ഒരു ID എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമർസാന്റെ അന്നത്തെ ഒരു സംസാരം, അന്ന് ഒരു ID അടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ID ഈ ഒരാഴ്ചയോട് കൂടി കട്ടാകാൻ പോവുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങി ID ഒന്ന് ആക്ടിവേഷൻ ചെയ്ത് വെക്കണം, അതല്ലെങ്കിൽ ID നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പം ഭാഗ്യവശാൽ ഞാൻ എന്ത് പറഞ്ഞു, ഉമർസാന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടെ ഈ മുറസാന്റെ വീട്ടിൽ പോയി. ആ തുടക്ക സമയത്ത് ഞാൻ പേസ്റ്റ് ഒക്കെ വാങ്ങി വന്ന സമയത്ത് ടയർ സെല്ലിംഗ് ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഉമർസാന്റെ അടുത്തേക്ക് പോയപ്പോ എൻ്റെ വൈഫ് എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് ആ ഒരു വിഷയത്തിൽ സപ്പോർട്ട് തന്നിട്ടില്ല. കാരണം ഇത് നമുക്ക് നടക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഇത്ര കാലം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോപ്പ് നടത്തിയിട്ട്, ട്രഡീഷണൽ ബിസിനസ് നടത്തിയിട്ട് വിജയിക്കാത്ത നമ്മൾ ഒരിക്കലും ഒരു സോപ്പോ പേസ്റ്റോ വിറ്റത് കൊണ്ട് എന്താവാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ്.
അപ്പൊ ഞാൻ അവിടെ ചിന്തിച്ചത്, ഞങ്ങൾ ഫാമിലി വൈഫ് ഞാൻ ഇരുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചൊരു സംഭവം, ഒരു സോപ്പും പേസ്റ്റും ഒരു മാസം ഒരു വ്യക്തിക്ക് ഒരു വീട്ടിലേക്ക് ഒരു സോപ്പും പേസ്റ്റും മതി. ഒരു ടോയ്ലറ്റ് ക്ലീനറും ഒരു ഹെയർ ഓയിലും മതി. ഏറി വന്നാൽ ഒരു 1000 രൂപയുടെ കച്ചവടം, അല്ലെങ്കിൽ ഒരു സോപ്പും പേസ്റ്റും ആണെങ്കിൽ 250 രൂപയുടെ കച്ചവടം. അങ്ങനെ നമ്മൾ ഒരു മാസം ഒരു 100 പേർക്ക് കൊടുക്കുകയാണെങ്കിലും എനിക്ക് ആ ഒരു മാസം ചെയ്യുന്ന കച്ചവടത്തിന് ഒരു പരിധി ഉണ്ട് സ്വാഭാവികമായിട്ടും. എനിക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിന്റെ ഒരു സെയിൽസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ, ആ വ്യക്തിക്ക് ആ സോപ്പും ആ പേസ്റ്റും തീർന്ന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ അടുത്തൊരു പേസ്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഈ സോപ്പും പേസ്റ്റും ഇങ്ങനെ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടൊന്നും എവിടെ എത്തൂല. അപ്പൊ അതുകൊണ്ട് ആ ബിസിനസ് വേണ്ട. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് കേൾക്കുന്ന, അല്ലെ നമ്മൾ അവസരം പറയുന്ന എല്ലാ ആളുകളും ആദ്യം പറയുന്ന ഒരു സംസാരമാണ്, ഈ സോപ്പും പേസ്റ്റും വിറ്റുകൊണ്ടൊന്നും ഞാൻ എവിടെ എത്തൂല, എങ്ങനെ രക്ഷപ്പെടാനോ ഒരു സാധ്യതയില്ല എന്ന്. ഞാനും അതാ ചിന്തിച്ചത്. ആ ചിന്ത എനിക്ക് വന്നു. പക്ഷെ ആ ചിന്തയെ മാറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ അറിയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനോ ഞാൻ തയ്യാറാവാത്തത് കൊണ്ട് എൻ്റെ ഒരു വലിയ വിലപ്പെട്ട ഒരു വലിയ വർഷം എന്ത് ചെയ്തു, എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ബുദ്ധി സ്വാഭാവികമായിട്ടും ഓരോ ആളുകൾക്കും ഉണ്ടാവുന്ന ബുദ്ധി. കാരണം ഒന്നാമത്തത്, ഞാനൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. ഉമർ ഉസ്താദ് ഒരു മദ്രസ അധ്യാപകനാണ്. അപ്പം അവരെ പറഞ്ഞ സമയത്ത് ഞാൻ വലിയ ബിസിനസ് ആയിട്ട് ചെയ്തു നടക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെതായ ഒരു പ്രശ്നം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഉമർ ഉസ്താദിന്റെ വാക്കിന് തുടക്കത്തിൽ അത്ര പ്രാധാന്യം കൊടുത്തില്ല. അതായത് ഞാൻ പഠിക്കാൻ തയ്യാറായില്ല എന്നർത്ഥം. അങ്ങനെ വീണ്ടും ഞാൻ ഉമർ ഉസ്താദിന്റെ ഈ വിളി വന്ന ശേഷം ഞാനും വൈഫും കൂടെ ഉമർ ഉസ്താദിന്റെ വീട്ടിൽ പോയി. ആ സമയത്ത് എനിക്ക് യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ മുർസാദ് ചോദിച്ചു, എന്താണ് കാലിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ വേദന ഉണ്ട്, യൂറിക് ആസിഡ്. ഇപ്പൊ അതിന് നല്ലൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തട്ടുന്നെന്തിനാണ്, യൂറിക് ഫ്രഷ് ലിക്വിഡിനെ കുറിച്ചും പറയുകയും ആ ഒരു പ്രോഡക്റ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയെന്ന്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. എനിക്ക് യൂറിക് ആസിഡിന് ഏകദേശം ഒരു 95% റിസൾട്ട്. കാരണം വർഷങ്ങളോളം ഞാൻ ഒരു 9 വർഷത്തോളം ഹോമിയോ, അലോപ്പതി, ആയുർവേദം ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉപയോഗിച്ചു. കാരണം എനിക്ക് ബീഫ്, ചെറുപയർ, മത്തി, കടല, ചെമ്മീൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, ചെമ്മീനും കൂന്തളം ഒന്നും തന്നെ കഴിച്ചാൽ മാരകമായ പെയിൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു യൂറിഫ്രഷ് ലിക്വിഡ് ഉമർ ഉസ്താദ് തന്നു. ആ യൂറിഫ്രഷ് ലിക്വിഡ് ഞാൻ ഉപയോഗിച്ചു. ഏകദേശം ഒരു 3 മാസത്തോളം ഉപയോഗിച്ചു കണ്ടിന്യൂ ആയിട്ട്. അങ്ങനെ ഒരു തവണ 95ഉം ബാക്കി 2 തവണ യൂറിഫ്രഷ് ലിക്വിഡ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ഏകദേശം ഒരു 9 ബോട്ടിലോളം 3 മാസം യൂറിഫ്രഷ് ലിക്വിഡ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മാറ്റം. കാരണം വർഷങ്ങളായിട്ട് എനിക്ക് ബീഫ് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് ബീഫ് കഴിക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ പറ്റി. അപ്പം ആ ഒരു വേദന വന്ന സമയത്ത് ആ ഒരു ഉൽപ്പന്നം വാങ്ങി ഞാൻ ഉപയോഗിച്ചു. അപ്പൊ എന്റെ കൂടെ വൈഫ് ഉണ്ട്. അപ്പൊ വൈഫ് പറഞ്ഞു, എനിക്ക് ഗ്യാസിന്റെ ഒരു പ്രശ്നമുണ്ട്, അതിന് പ്രൊഡക്റ്റും വേണം, അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു പോന്നു. അങ്ങനെ ഞങ്ങൾ ഉപയോഗിച്ചു. വൈഫിനും അതേപോലെ റിസൾട്ട് കിട്ടി, എനിക്കും റിസൾട്ട് കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ ഈ ബിസിനസ് ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാൻ തയ്യാറായി. ആ ഒരു സമയത്തും ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇത്തരം പലതവണ മാറി നിന്ന് അല്ലെങ്കിൽ പലതവണ നോ പറഞ്ഞ ആളുകളായിരിക്കും നാളുകൾ നമ്മളെ കൂടെ എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിൽ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. അപ്പം ഒരു വർഷമാണ് ഞാൻ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, മാറി നിന്നത്. ഇതേപോലെ നമ്മൾ ഉമർസാദിന്റെ അടുക്ക് പലതവണ എന്നോട് കാണുമ്പോൾ ഒക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഉമർസാദ് പറയുന്നത് ഈ ബിസിനസിന്റെ ഫോളോ അപ്പ് ആണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ ഉമർസാദ് സൈലന്റ് ഫോളോ അപ്പ് എന്ന് പറയും. അപ്പം പറയുന്ന സമയത്തൊക്കെ എന്തുണ്ട്, എന്നെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടാക്കാതെ ഈ ഒരു സംഭവം നല്ലതാട്ടോ എന്നുള്ള രൂപത്തിലൊക്കെ ഇങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ദൈവനിയോഗം ഉണ്ട്. ഐഡിയ അടിക്കാൻ 2020 ഒക്ടോബറിൽ ഐഡിയ അടിക്കാനും 21 ഡിസംബറോട് കൂടി ബ്രോൺസ് ആവാനുമാണ് പടച്ചവൻ കണക്കാക്കിയത്. ആ ഒരു ഡിസംബറോട് കൂടി ബ്രോൺസ് ആകുകയും ശേഷം ഉള്ള ഓരോ റാങ്കുകൾ എന്ത് ചെയ്ത് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റി. ആ ഒരു സമയത്ത് അതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ആത്മാർത്ഥമായി നിൽക്കാനുണ്ടായ കാരണം, ഐഡിയ അടിച്ചു ഫസ്റ്റിലെ ഒരു സമയം എന്നോട് ഉമർ ഉസ്താദ് പറഞ്ഞ ഒരു 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഈ ട്രെയിനിങ് എന്താണെന്ന്, അഡ്വാൻസ് ട്രെയിനിങ് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് വൈഫായിട്ട് സംസാരിച്ച സമയത്ത് വൈഫ് നമുക്ക് പോവാന്ന്. ആ ക്ലാസ് ആണിത് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ട്രെയിനിങ് നടന്നത്. അന്ന് ഇവർ ഇവിടുന്ന് ബസ്സിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ട്രെയിനിങ് പ്രോഗ്രാമിന് മലപ്പുറത്തേക്ക് പോയി. 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ്. അന്ന് കോഴിക്കോട് ട്രെയിനിങ് ഇല്ലാന്ന് എൻ്റെ ഓർമ്മ. ആ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ബസ്സിലാണ്. ആ ഒരു ദിവസം എനിക്ക് തോന്നുന്നത് ഒരു ശനിയോ അങ്ങോട്ട് അന്നത്തെ ദിവസം തോന്നുന്നു.
ആ ശനിയാഴ്ച ആ ദിവസം രാവിലെ കൊടുവള്ളി 7 മണിയാകുമ്പോഴേക്ക് ബസ് വരുന്നു, ആ ബസ്സിൽ പോകണം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു ബസ് ഏതാന്ന് ചോദിച്ചു മുറസാനോട്. അപ്പം പറഞ്ഞു എൻ്റെ കൊടുവള്ളി അയ്യൂബ് സാറ് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, എരഞ്ഞിക്കോത്ത് എന്ന് പറയും, അവിടെയുള്ള ബസ്സാണ്. സാധാരണ അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുന്ന ഒരു ബസ് ഉണ്ട്, ആ ബസ്സാണ് എന്ന് പറഞ്ഞപ്പം മുറസാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാലേ കാർ എടുത്ത് അങ്ങോട്ടേക്ക് വന്നോളാം, ആ ബസ്സിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം ആ ബസ്സിൽ ഡ്രൈവർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എരിഞ്ഞിക്കോത്ത് അങ്ങാടിയിൽ ഉണ്ടാവുന്ന ഒരാളാണ്. കാരണം എന്താ, ഞാനൊരു ഷോപ്പ് നടത്തുന്ന ഒരാൾ ഈ സോപ്പും പേസ്റ്റും വെക്കുന്ന ആ ഒരു പ്രോഗ്രാമിന് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മോശമല്ലേ എന്നുള്ളൊരു മനസ്സിൽ ചിന്ത വന്നതിന്റെ ഭാഗമായി അന്ന് ഞാൻ ഏകദേശം 1000 രൂപയുടെ മേലെ പെട്രോൾ അടിച്ചിട്ടാണ് സ്വന്തം കാർ എടുത്ത് ഞാനും വൈഫും കൂടെ മലപ്പുറം ട്രെയിനിങ്ങിന് പോയത്. അവിടെ എത്തിയ സമയത്താണ് ഇയാളാണ് ബസ് ഡ്രൈവർ. പക്ഷെ ഞാൻ അയാളെ മറിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത ട്രെയിനിങ്ങിന് കയറിയത്. ആ ട്രെയിനിങ് കയറി ട്രെയിനിങ്ങിന്റെ സമയത്ത് അവസാനം ആ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് പിന്നെ നമ്മളൊക്കെ എക്സ്പീരിയൻസ് പറയാൻ വിളിക്കുമല്ലോ, അത് ബെല്ലി സാറ് ആണ് അന്ന് ട്രെയിനിങ് എടുത്തത്. ആ ഭക്ഷണം കഴിക്കുന്ന ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയം ട്രെയിനിങ് കഴിഞ്ഞ് പകുതിയുള്ള സമയത്ത് നമ്മുടെ അയ്യൂബ് സാറാണ് അന്ന് എനിക്ക് തോന്നുന്നു MC കയറി ചെയ്ത്. അയ്യൂബ് സാറ് വൈഫിന് എന്ത് ചെയ്ത് വിളിച്ചു, ഒരു പ്രൊഡക്റ്റ് റിസൾട്ട് പറയാനുണ്ട്, അതിന് എന്നെ വിളിച്ചതാണ്. അപ്പൊ ഞാൻ മാറി എന്റെ വൈഫ് കയറി സംസാരിച്ചു. ആ ഒരു സമയത്ത് തുടക്ക സമയമാണ്, വൈഫ് സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു എന്റെ പേര് ബിൻഷിറ, ഞാൻ കൊടുവള്ളിയാണ് സ്വദേശം ഒക്കെ പറഞ്ഞു. ശേഷം ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് മീൻസ് ഹസ്ബൻഡിന് യൂറിക് ആസിഡിന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എന്ന് പറയുകയും പക്ഷെ യൂറിക് ആസിഡ് ഉപയോഗിച്ച പ്രൊഡക്റ്റ് എന്താണെന്ന് പേര് ഓർമ്മയില്ല. ആ സമയത്താണ് ഓർമ്മ ഉമർ ഉസ്താദ് പറയാണ് യൂറിഫ്രഷ് ലിക്വിഡ് എന്ന് പറഞ്ഞു. ശേഷം എനിക്ക് വൈഫിന് ലിവഗെയിൻ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അതിന് ഞങ്ങൾ ലിവഗെയിൻ ഉപയോഗിച്ചു എന്ന് പറയാൻ നോക്കും, അതിന്റെയും പ്രൊഡക്റ്റിന്റെ പേര് കിട്ടുന്നില്ല. കാരണം എന്താ പറഞ്ഞാല് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരാളെ മുമ്പിൽ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികം ഉണ്ടാവുന്ന ഒരു പേടി. ആ ഒരു യൂറിഫ്രഷ് ലിക്വിഡ് ലിവഗെയിന്റെ റിസൾട്ട് ആ ഒരു സ്റ്റേജിൽ സംസാരിച്ച ഒരു കോൺഫിഡന്റ് വരികയും അത് അവർ പറഞ്ഞു നമുക്ക് ഇത് ഏറ്റെടുക്കുക, ആത്മാർത്ഥമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് കേട്ട് നാട്ടിൽ വന്നതിന് ശേഷം ആ വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു സംഭവമുണ്ട്. ഞാൻ വൈഫും കൂടെ ഇങ്ങനെ കാലം ആലോചിക്കുകയാണ്, ഇന്ന ആളുകൾക്കൊക്കെ നമുക്ക് അവസരം കൊടുക്കണം, ഇന്ന സുഹൃത്തുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പേര് എഴുതി വെച്ച ഞങ്ങൾ സ്വന്തമായി പോയി പറഞ്ഞ ഒരൊറ്റ കുട്ടി പോലും ഇന്ന് എൻ്റെ കൂടെ ഈ അവസരം ചെയ്യുന്നില്ല. തുടക്കത്തിലുണ്ടായ സംഭവം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ചിന്തിക്കുന്ന സംഭവം എന്താ, ഇത്രയൊക്കെ ആളോട് പറഞ്ഞു അവരൊന്നും നമ്മൾ കൂടെ ചെയ്തില്ല, അതുകൊണ്ട് എന്ത് വേണ്ട, നമ്മൾ നല്ലത് വേണ്ട എന്ന് പറഞ്ഞ് മാറിക്കുന്ന ഒരു അവസ്ഥ സ്വാഭാവികമാണ്. പക്ഷെ അന്ന് പറഞ്ഞൊരു കുട്ടി പോലും എൻ്റെ കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. 1 രൂപയുടെ പേസ്റ്റ് പോലും അത്ര ഒരാളുകളും വാങ്ങിയിട്ടില്ല, എന്നോട് വാങ്ങിയിട്ടില്ല. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത ഒരു വ്യക്തി പോലും എന്നോട് ആ പേസ്റ്റോ സോപ്പോ ഒന്നും തന്നെ ഈ കാലം വരെ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, എന്നോട് വാങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ സ്വപ്നങ്ങളുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് വ്യക്തി, അയാൾക്ക് നല്ല കഴിവുള്ള ആളാണ്, അയാൾ ഈ ഒരു മേഖല ഏറ്റെടുത്താൽ ഭംഗിയായിട്ട് ചെയ്യും, വളരെ കഴിവുള്ള ഒരു വ്യക്തിയാന്നൊക്കെ ആലോചിച്ചു. ഇപ്പൊ നമുക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവും. പക്ഷെ അവരൊക്കെ അവിടെ എനിക്ക് മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ ആ വ്യക്തിനോട് പറഞ്ഞത് ഞാനായിരുന്നു തുടക്കത്തിൽ. കാരണം ആ വ്യക്തി എന്നെ കുറിച്ച് ഒരളവ്, അയാളുടെ മനസ്സിലൊരു അളവുകോലുണ്ട്. കാരണം ഇയാൾ മുമ്പ് ചെയ്ത മേഖല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോപ്പാണ്. അതായത് ഒരു പിന്നെ മോട്ടർ എന്താണ്, അല്ലെങ്കിൽ ഒരു വയർ ടാങ്ക്, ആ ഒരു ബ്രാൻഡ് നല്ലത് ഏതാന്ന് ചോദിച്ചാൽ പറയാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും ആദ്യം ചിന്തിക്കുക ഈ ഒരു വ്യക്തി തന്നാൽ ഈ ഒരു സാധനം എങ്ങനെ ഉള്ളോട്ടേ കഴിക്കും. സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രശ്നമാണ്, ഇത് തന്ന സാധനം എങ്ങനെ കഴിക്കും, പേടിയല്ലേ എന്നൊരു സംഭവം ഉള്ളിൽ വന്നു. അതേപോലെ ഞാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ വന്ന പ്രശ്നം അതാണ് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ വീണ്ടും ഞാൻ ഉമർസ്ഥാന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു സംഭവത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല, പറയാനുള്ള ആളെടുത്ത് നമുക്കൊന്ന് പോയി പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ സംഭവം, ഇതിന്റെ സാധ്യതകളൊക്കെ ഉമർസ്ഥാൻ കൂടെ പറഞ്ഞപ്പോൾ എനിക്കത് പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആകെ ഒരു 1 ഡേ ട്രെയിനിങ് മാത്രം കേട്ട ആ ഒരു എനർജിയിലാണ് എന്ത് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന പലരെയും പ്രശ്നം എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ പലരും നമ്മുടെ കൂടെ വരുന്നില്ല. കാരണം എന്താ, അത് എനിക്ക് അറിയുന്നത് ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയുന്ന വാക്കല്ലേ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്തറിയാം, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക കത്തുന്ന മെഴുകുതിരിയിൽ നിന്ന് മറ്റൊന്നിനെ കത്തിക്കാൻ കഴിയുമെന്ന് പലരും പറയാറുണ്ട്. നമ്മൾ ടീമിലൊക്കെ പല മീറ്റിങ്ങിലും കേട്ടാണ്. ഇതേപോലെ നമ്മൾ ആദ്യം കത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് ബോധ്യപ്പെടണ്ടേ, എന്നാലല്ലേ ഞാൻ പറഞ്ഞാൽ മറ്റൊരാൾ അത് ഏറ്റെടുക്കുക. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി.
ആ ഒരു സമയത്താണ് അന്നൊക്കെ 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ 2 ഡേ RTP എന്ന് പറഞ്ഞൊരു വലിയ പ്രോഗ്രാം വയനാട് വൈത്തിരി ഹോളിഡേയ്സിൽ ഞാൻ ഏകദേശം വന്നതിന് ശേഷം ഒരു 8ഓളം 2 ഡേ RTPകൾ വന്നു. അതിൽ ഏകദേശമൊക്കെ ഞാൻ ഫുള്ളായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് ടീം ഉണ്ടാവും, ആ ഒരു അവസ്ഥയിലേക്ക് മാറി. ഒരു RTP വന്ന സമയത്ത് എന്നോട് പറഞ്ഞു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അന്ന് നടന്നതിന്റെ ബാക്കി. പക്ഷെ ബെല്ലി സാർ ആ ഒരു സെക്ഷൻ അന്ന് എനിക്ക് കേട്ട സമയത്ത് എനിക്ക് വളരെ നന്നായിട്ട്, അതായത് അന്നൊക്കെ ഞാൻ ഷോപ്പുള്ള സമയത്ത് ഒരുപാട് പ്രതിസന്ധി അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ചാണ് ആ മീറ്റിങ്ങിലേക്ക് പോയി. ശരിക്കും അന്ന് മീറ്റിങ്ങിന് പോയത് എന്താന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ പ്രതിസന്ധി പ്രയാസമുള്ള സമയത്ത് പിടിച്ചു നിൽക്കാൻ മാറി നിൽക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് പോയതാണ് ശരിക്കും പറഞ്ഞാൽ. അന്ന് വളരെ സന്തോഷത്തിൽ ഒരുപാട് ബെല്ലിസാറ സെഷൻ ഫസ്റ്റ് കേട്ട സംബന്ധിച്ച് വളരെയധികം സന്തോഷത്തോടെ ചിരിച്ച് നാട്ടിൽ വന്നു. അത് കഴിയാണ് വീണ്ടും ഒരു 2 ഡേ RTP ഉണ്ട് ഉമ്മർ സാർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു RTP അതെന്താ സാധനം എന്നാണ്. RTP പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ആണ്. അന്ന് നടന്ന 2 ദിവസം അവിടെ നിന്നിട്ടുള്ള പരിപാടിയാണ്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നല്ല ഭക്ഷണം, 2 ദിവസം നല്ല വ്യക്തമായി നല്ല ഭക്ഷണം കിട്ടും, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ അവസരമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പൈസ? അന്ന് എനിക്ക് തോന്നുന്നു 2500 2000 ആണ്, അല്ല 2000 ആണ് എനിക്ക് തോന്നുന്നു അന്ന്, ആ ഒരു 4 വർഷം മുമ്പേ. അപ്പൊ ഞാൻ പറഞ്ഞു 2000 അത് പറഞ്ഞിങ്ങനെ മാറി നിന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എന്റെ കട അടയ്ക്കണം. പക്ഷെ കട അടയ്ക്കണമെങ്കിലും ഞങ്ങൾ വീട്ടിൽ വൈഫായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം, കട ലീവാക്കി പോയാൽ എന്താവും എന്നൊക്കെ ഉള്ള ആലോചിക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ആലോചിച്ചിട്ട് പറയാ എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് പിന്നെ ഷോപ്പ് കട ഞാൻ എന്ത് ചെയ്യാ, കട അടച്ചിട്ട് 2 ദിവസം കട അടയ്ക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ സംസാരിച്ചു. കട ഞാൻ എന്ത് ചെയ്തു, പിന്നെ വൈഫിനോട് പറഞ്ഞ വൈഫ് പറഞ്ഞ പീടിക പൂട്ടി പോകണ്ട, അതൊക്കെ പ്രശ്നമല്ലേ, നമുക്ക് കച്ചവടങ്ങൾ. അപ്പൊ മുറുസാന്റെ ഒരു ചോദ്യം ഉണ്ട്, 2 ദിവസം കട നടത്തി എത്ര രൂപ ലാഭം കിട്ടും? അപ്പൊ മുറുസാന്റെ സംഭവം എന്താ, ഇതെനിക്ക് തന്നാലും കുഴപ്പമില്ല, എങ്ങനെങ്കിലും ഇയാൾ വന്നാൽ എന്നുള്ളൊരു ആഗ്രഹം മുറുസാന്റെ ഉള്ളിൽ ഉണ്ടായേക്കാം. അപ്പം ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞു, ലാഭം അത്രയൊന്നും ഇല്ല കേട്ടോ, ഒരു ദിവസം ഒരു 5000 റുപ്യ വെച്ചോ കിട്ടും, ഒരു ദിവസം അത്രയും പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോ അതെങ്കിലും അത് ഞാൻ തരാം, എന്നാലും നീ വരുമോ എന്ന് ചോദിച്ചു. അപ്പോഴും പിന്നെ ഞാൻ ആ സമയത്ത് ശരിക്കും ആ ട്രെയിനിങ്ങിന്റെ അന്ന് രാവിലെ പോലും ഞാൻ എന്തല്ല പോവാൻ കറക്റ്റ് ആയിട്ട് അന്ന് രാവിലെ കട പോയി തുറന്ന ആളാണ്. അപ്പൊ കട തുറന്നൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കടയിലെത്തി എന്റെ വൈഫിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മുറസ പറഞ്ഞ ട്രെയിനിങ്ങിൽ നമ്മൾ പോയാൽ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പോയി നോക്കിയെന്നാണ്. അങ്ങനെ അന്ന് ഞാൻ പെട്ടെന്ന് തന്നെ തുറന്ന കട അടച്ചിട്ട് ആ ഷട്ടറിന് നമ്മളൊരു എഴുതി വെച്ചു. അന്നത്തെ ഡേറ്റ് ഏകദേശം എനിക്ക് കറക്റ്റ് അറിയില്ല, ഏതായാലും ആ 2 ദിവസം ശനി ഞായറും ആണെന്ന് എൻ്റെ ഓർമ്മ, അല്ല ഞായറും തിങ്കളും ആണ്, ആ 2 ദിവസം കട അവധിയായിരിക്കും എന്ന് എഴുതി വെക്കുകയും അന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വയനാട് വൈത്തിരി ഹോളിഡേസ് റിസോർട്ടിൽ പോയി RTP പങ്കെടുക്കാൻ പോയി. അവിടെ എത്തിയ സമയത്ത് ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അവിടുത്തെ ഒന്നാമത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ എത്തി, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാല് ഇത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. കാരണം അവിടെ RTP പോയ സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ കാര്യം, കാരണം ഒന്ന് പുതിയ ആളാകുമ്പോൾ നമുക്ക് അത് എത്രത്തോളം എന്തായിക്കൊള്ളുന്നില്ല, ബോധ്യമായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഞാൻ RTP ദൂരെ മീൻസ് അറിയാം, RTP ഹാളിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, ഏറ്റവും ബാക്ക് സൈഡിൽ ഇടത്തെ ഭാഗത്ത് ഒരു പില്ലർ ഉണ്ട്. ആ പില്ലറിനോട് ചാരി നിന്ന് ഞാൻ കുറെ സമയം നടക്കുന്ന ഓരോ സംഗതികളും ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നെ പലരും അങ്ങോട്ടേക്ക് പലതിലും വിളിച്ചിട്ടൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ചെയറിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇരുന്നിട്ടില്ല. ആ ചെയറിൽ പോയി ഇരിക്കാൻ പോലും ഞാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ എന്നെ ലീഡേഴ്സ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പുതിയ ആളാണ്. അപ്പം എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് എത്രത്തോളം റെഡി ആവുന്ന സമയത്ത് ഇയാൾ ഇരിക്കുക എന്നുള്ള നിലക്ക് അങ്ങനെ ഷാഹിർ സാർ വന്ന് ഇരുന്നോളി സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, റമീസ് സാർ അങ്ങനെ പലരും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ നേരം അവിടെ നിന്നു. ഓരോ സെക്ഷനുകൾ ഇങ്ങനെ പോയ സമയത്ത് കുറെ സെക്ഷൻ ഒന്നും എനിക്ക് എത്ര പിടിച്ചില്ല അവിടെ നടന്ന്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മുറുസ അല്ല മുറുസ, ഇവിടുന്ന് പോവാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. കാരണം മീൻസ് നമുക്ക് വൈത്തിരി ഹോളിഡേസിൽ അറിയാം ഒത്തിരി ദൂരം, മെയിൻ റോഡുമ്പോൾ തന്നെ ഒത്തിരി ദൂരം അങ്ങോട്ട് പോകണം. ഫസ്റ്റ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടൂലല്ലോ, കുറെ ദൂരമുള്ള പോലെ തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉമർ സാറിന് ഇവിടുന്ന് പോകാൻ പറ്റൂല, ഒരിക്കലും പോകാൻ. അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ ചെറൂർ സാറും അങ്ങനെ ഹമീദ് ഉസ്താദ് അടക്കമുള്ള ഒരു ആളുകൾ ഒന്നിച്ച് റൂമിലാണ് കിടന്നത് അന്ന് രാത്രി. അപ്പോൾ ഉമർ ഉസ്താദൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ എനിക്ക് എന്തായാലും പോകണം, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇത് നല്ല പീടിയെ പോയി കുത്തിരിക്കുക നല്ലത്, കടലിൽ ഇരിക്കുകയായിരുന്നു നല്ലത്. ഇതെന്തല്ലോ ഒരു സംഭവമാണ്, ഒരു പ്രയാസ, അത് നമുക്ക് ശരിയാവില്ല. ഞാൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് സംഭവം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉമർ സാറിന് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, പോകാൻ കഴിയൂല. അപ്പൊ ഉമർ സാഹിക്ക് തോന്നിയത് ശരിക്ക് ഉറങ്ങാതെ നിന്നതായിരിക്കാം, ഞാൻ എനിക്ക് സ്വന്തം കാറിലെ കൊണ്ട് എടുത്ത് പോന്നാളോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കാം. ഏതായാലും രാവിലെ വരെ നിന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ബെൽനിസാറ സെക്ഷൻ വന്നു. നമുക്കറിയാലോ ബെൽനിസാറ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിനു മുമ്പ് ഉമർസാ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന ക്യാഷും അതേപോലെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലാഭവും ഞാൻ തരുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനവിടെ ആ ഒരു സംഭവത്തിൽ എന്തായാലും പോയി നോക്കാന്നുള്ള ലെവലിലാണ് വന്നത്. ബെല്ലിസാറ സെഷൻ കഴിഞ്ഞു. അവസാനത്തെ ആ ഒരു ഘട്ടത്തിൽ ഉമ്മയാര് ഉപ്പയാര് ഫാമിലി ആയിരുന്നൊരു സെക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സെഷൻ കേട്ടോട് കൂടിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സിന്റെ വലിപ്പം മനസ്സിലായത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ആ അവസാന സെഷൻ കേട്ട സമയത്ത് ശരിക്കും നമുക്കറിയാം, ഒരിത്തിരി കണ്ണുനീര് കണ്ണുനുറ്റി പോവാതെ ഒരു വ്യക്തിയും ആ ഒരു ട്രെയിനിങ് കാരണം പുറത്തേക്ക് വരൂല. ബെല്ലിസാർ അവസാനത്തെ സെഷൻ, ആ ഒരു അവസാനത്തെ സെഷൻ ഞാൻ എന്ത് ചെയ്തു, വളരെ ഭംഗിയായിട്ട് കേട്ടു. അതിന് ശേഷം മുറസാണ് ഞാൻ പറഞ്ഞു, ഇത് സംഭവം പൊളിയാണ്, ഇത് ഒന്നുകൂടെ കേൾക്കേണ്ട സാധനമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ട്രെയിനിങ്ങിൽ അന്ന് രാവിലെ മുറുസ എന്നോട് പറയാണ്, ഈ പോയിക്കോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്തല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുകയില്ല. നിലവിൽ ഞാൻ എന്നോ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഈ പ്ലാറ്റ്ഫോം വിട്ടു പോയിട്ടുണ്ടാവണം. പക്ഷെ ആ ട്രെയിനിങ് കേട്ടു വന്ന് പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് വന്നു. പക്ഷെ അതുവരെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഫുൾ നെഗറ്റീവാ, ട്രെയിനിങ് ടുഡേ RTP നമുക്ക് ശരിയാകുന്ന പരിപാടി അല്ല എന്നാണ് ഞാൻ കരുതി വെച്ചത്. പക്ഷെ അതുവരെ ഉണ്ടായ എല്ലാ നെഗറ്റീവും ബെൽനിസാറെ ആ ഒരു അവസാനത്തെ സെക്ഷനോട് കൂടി എന്ത് ചെയ്തു, എല്ലാം മായിഞ്ഞു. വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, ബേബി നല്ല പ്രോഗ്രാമാണ്, അടുത്ത നിർബന്ധം നമ്മൾ രണ്ടുപേരും പോകേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഞാൻ അന്നൊക്കെ ഏകദേശം ഒരു 6 മാസം കൂടുമ്പൊക്കെ ടുഡേ RTP ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ അടുത്തൊരു RTP ഞാനും വിത്ത് ഫാമിലിയും കൂടെ പങ്കെടുക്കുകയും ആ തുടക്കം മുതൽ ശരിക്കും നമ്മളൊക്കെ ഉണ്ട്, ആദ്യത്തെ GTS കേട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ശരിയായില്ലെങ്കിൽ അവർ നോ പറഞ്ഞ് നമ്മളങ്ങ് വിട്ടുപോകും. പക്ഷെ ഞാൻ പറയുന്നത് GTS ഒരാളെ നമ്മൾ കേൾപ്പിച്ചാൽ തുടർച്ചയായിട്ട് ഒരു 3 GTS എങ്കിലും ആളെ കേൾപ്പിച്ചാൽ, അത് ഏറ്റവും ഫ്രണ്ട് ഡ്രോയിൽ ഇരുത്തി കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആള് പോസിറ്റീവ് ആവും. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ടുഡേ RTP രണ്ടാമത്തെ ഘട്ടം വീണ്ടും എന്ത് ചെയ്യാണ്, ആ RTPക്ക് വീണ്ടും ഞങ്ങൾ വിത്ത് ഫാമിലി പങ്കെടുത്തു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് നടന്നപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെ ഫുള്ള് കേൾക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഫസ്റ്റത്തെ എൻ്റെ മൈൻഡ് ബ്ലോക്ക് കൊണ്ട് അല്ലെ എൻ്റെ ചിന്താഗതികളെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ സംഭവം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ രണ്ടാമത്തെ കേട്ടു. അതിനുശേഷം ഞങ്ങൾ ഈ ബിസിനസ് അവസരമായിട്ട് ഏറ്റെടുക്കുകയും ഏകദേശം ഒരു 3-4 വർഷം, അതിനിടയ്ക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ എൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു അവസരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ആ പ്രശ്നത്തിനെ താലോലിക്കരുത് എന്ന് ആ ഒരു RTPയിൽ നിന്നും ബെൽനിസാറെ ആ ഒരു സ്പീച്ച് കൂടെ എനിക്ക് കിട്ടിയിരുന്നു. കാരണം RTP പ്രോഗ്രാമിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് പ്രശ്നങ്ങൾ നമ്മളെ കൂടെ വരും. ആ പ്രശ്നത്തിനെ നമ്മൾ താലോലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും ആവില്ല. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ വേണം, ഒരുപാട് ചിന്താഗതികൾ, വലിയ പോസിറ്റീവ് എനർജിയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുന്നൊക്കെ ആ ട്രെയിനിങ്ങിൽ ബെൽനിസാർ സെഷൻ, അയ്യൂബ് സാർ പലരും പല സെക്ഷനുകൾ പലതവണ നടത്തിയിരുന്നു. ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജിയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിൽക്കാണ്ടായ കാരണം. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരുപാട് കണ്ടിന്യൂ ആയിട്ട് FSS ട്രെയിനിങ്, GTSകൾ, അഭ്യുദയ പോലത്തെ മെഗാ പ്രോഗ്രാം, ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ ഫുൾ ടൈം ശക്തമായിട്ട് ഏറ്റെടുത്ത് എന്ത് സംഭവം എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ആ ഒരു മീറ്റിങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഏകദേശം എല്ലാ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് ഇറക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഇൻഡസ്ട്രിയിലാണ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ വന്നു എന്നൊരു ബോധ്യം എനിക്ക് വന്നപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാ പ്രശ്നങ്ങളും ഞാൻ പലതവണ ഞങ്ങളൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് നമുക്കറിയാം, ഈ ഒരു ജനകീയ ഹോട്ടൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന സംഭവമായിരിക്കും, നമ്മുടെ എല്ലാ നാടുകളിലും ഉണ്ടായ ഒരു സംഭവമാണ്. കാരണം അന്ന് 25 രൂപക്ക് എന്ത് ചെയ്യായിരുന്നു, ഭക്ഷണം കിട്ടിയിരുന്നു ജനകീയ ഹോട്ടൽ. എൻ്റെ തുടക്കത്തിൽ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഈ വയനാട് ജില്ല, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ ഏതൊക്കെ ഭാഗത്ത് എവിടെയൊക്കെ ജനകീയ ഹോട്ടൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം എന്താ, ഞങ്ങൾ അത് ലക്ഷ്യം വെച്ചായിരുന്നു പോവാറ്. കാരണം ഭക്ഷണം കഴിക്കാൻ. കാരണം അന്നത്തെ ഓട്ടം ആ ഒരു ഇതിൻ്റെ ഇടയിൽ അത്രയും റിസ്ക് എടുത്തിട്ട് മുമ്പോടെ വന്ന പല ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ട്, അവർ യാത്ര ചെയ്ത സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ. തുടക്കകാലത്ത് സംഭവമായിട്ടാണ് പറഞ്ഞൊരു TC ഒക്കെ ആവുന്ന ആ സമയം മുതലുള്ള സംഭവമാണ് പറഞ്ഞത്. അത്തരം ഞങ്ങൾ ഓടിയിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ഞങ്ങളൊക്കെ ശക്തമായിട്ട് ഒരുപാട് ദൂരം ഓടിയിട്ട് ശേഷം ഗുണ്ടിൽപേട്ടൊക്കെ ഏകദേശം ഒരു 9 തവണ ഈ ഒരു ബിസിനസ് ആവശ്യാർത്ഥം ഗുണ്ടിൽപേട്ട ഞാനിപ്പോ എൻ്റെ കയ്യിലുള്ള യൂണിക്കോൺ ബൈക്കിന്റെ മുകളിൽ പോവുകയും അതിൽ 2 തവണ അപകടം സംഭവിക്കുകയും ചെയ്തു. ഒരു തവണ മഴ ഉള്ള സമയത്ത് ടയർ തെന്നിയിട്ട് വീണ ഒരു അപകടം പറ്റി. അതിന് ശേഷം
നമ്മളെ ഒരു ആന ഓടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. മീൻസ് ഒരാൾ യാത്രയിൽ മുമ്പ് വരുന്ന ആൾ ഹോൺ അടിച്ച സമയത്ത് ഒരു ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആന ഓടിച്ചു, അതിൽ ബൈക്ക് ഇട്ട് ഞങ്ങൾ രണ്ടുപേര് ഓടി, ഭാഗ്യവശാൽ രക്ഷപ്പെട്ടിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഗുണ്ടൽപേട്ട പോയത് ഈ ഒരു ആഗ്രോ പ്രൊഡക്റ്റ് വന്ന സമയത്താണ്. പക്ഷെ അന്ന് നൂർഷാ സാർ പോലത്തെ ആളുകളൊക്കെ നമ്മൾ കാണുകയും, സജിത് സാർ പോലത്തെ ആളുകൾ, VS മാഷ്, അങ്ങനെ കുറെ ആളുകൾ അവിടെ ആ ഏരിയയിൽ വർക്കിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവസാനം ഒരു പിക്കപ്പ് വണ്ടിയിൽ കയറിയിട്ടാണ് എന്ത് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അത്രയും പ്രയാസപ്പെട്ട് അവിടെ പോയ സമയത്ത് പോലും അവിടെ നിന്ന് ഒരു കുട്ടി പോലും ഈ ബിസിനസ്സിൽ നമ്മളെ കൂടെ എന്ത് ചെയ്തിട്ടില്ല, അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അത്രയും ദൂരെ പോയി 9 തവണ അവിടെ പോകാൻ ഏകദേശം ഒരു 1200 രൂപയോളം ചെലവ് വരും. അങ്ങനെ 9 തവണ നമ്മൾ പോയി ആ ഒരു ദിന് കൂടെ നടന്നിട്ട് പോലും ഒരു കുട്ടി പോലും അസോസിയേറ്റ് ചെയ്തിട്ടില്ല നമ്മളെ കൂടെ അവിടുന്ന്. പക്ഷെ അതിന്റെ ശേഷം നമ്മളെ നാട്ടിലുള്ള നമ്മളെ തൊട്ടടുത്തുള്ള ഒരുപാട് ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പടച്ചോൻ കണക്കാക്കിയത്. പക്ഷെ ആ ഒരു സമയത്തും എനിക്ക് ഉണ്ടായിട്ടുള്ള ആളും കിട്ടിയിട്ടില്ല എന്ന പ്രയാസത്തിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എന്നാ പിന്നെ അത് നിർത്തട്ടെ, എത്ര കാലം ഓടിയില്ലേ. പക്ഷെ നമ്മളെല്ലാരെയും പ്രശ്നം എന്താ, നമ്മളൊരു വ്യക്തിനോട് 2 തവണ പറഞ്ഞു, ആള് വന്നില്ല. എന്നാ പിന്നെ നമ്മള് ഇനി മർസ എനിക്കിത് ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ലീഡർ ആയിട്ടുള്ള ആളുകളോട് വിളിച്ചിട്ട് പറയും എനിക്കിത് നടക്കൂല, ഞാനില്ല. എന്താ കാരണം, ഞാൻ കുറെ ആള് പറഞ്ഞു ആരും കേട്ടിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ആള് നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവ നിയോഗം, പടച്ചോൻ അല്ലെങ്കിൽ ദൈവം കണക്കാക്കിയിട്ടില്ല ആ വ്യക്തിയിൽ കൂടെ നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ. അത്ര വർഷം ഞാൻ അവിടെ പോയിട്ട്, അത്ര വർഷം 9 തവണ ഞാൻ ആ ഒരു സമയത്തിന്റെ അടുക്ക് പല സമയങ്ങളിൽ അവിടെ പോയിട്ട് പോലും എന്തല്ല ഒരു കാരണം ഓരോ സമയം പോകുന്ന സമയത്ത് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് അവിടെ മീറ്റിംഗ് ഈ ആളുകളെ കാണാൻ വേണ്ടിയൊക്കെ പോയിട്ടില്ല. അങ്ങനെ അവിടെയൊക്കെ പോയി പ്രൊഡക്റ്റ് കൊടുത്ത് പോകുന്നു എന്നല്ലാതെ അതിനൊന്നും പിന്നെ റീപ്ലൈ അല്ലാത്ത സമയത്താണ് നമുക്ക് എന്ത് മനസ്സിലായത്, അങ്ങോട്ടൊക്കെ വെറുതെ കയറിയിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പം പിന്നെ എന്ത് ചെയ്തു, നമ്മൾ നാട്ടിൽ തന്നെ ടീം വന്നു. ദൈവം കണക്കാക്കിയ ആൾ നമ്മളെ മുമ്പിൽ എത്തി. പക്ഷെ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, എവിടേക്കോ അലിയാനും തിരിയാനൊക്കെ ഉണ്ടാവും. അത് നിയോഗമാണ്, അത് ചെയ്തേ പറ്റൂ. അത് നമുക്ക് ഒരു നിലക്കും പിന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ ഏരിയയിലൊക്കെ തന്നെ എന്ത് ചെയ്തു, ഏകദേശം ടീമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തിപ്പെട്ടു. ഇവിടെ ഈ ഒരു സമയത്തിന്റെ അടുക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് എന്തുണ്ട്, നമുക്ക് മുമ്പിൽ അത് പറയാനുണ്ട് ഇതിന്റെ മുമ്പിൽ. പക്ഷെ എന്താന്ന് പറഞ്ഞാല് ഈ ഒരു എനിക്കുണ്ടായ ഈ ബിസിനസ് ജീവിതത്തിലുണ്ടായ മുഴുവൻ അനുഭവങ്ങളും പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ദിവസം തന്നെ മതിയാവില്ല. അത്രയും അനുഭവങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ബിസിനസ്സിൽ. ഇപ്പൊ ഞാനിത് ഏറ്റെടുത്ത സമയത്ത് പലരും ആ ഒരു കഴിഞ്ഞ ആ ഒരു RTP കഴിഞ്ഞ് വന്ന് കുറച്ച് ഏകദേശം ഒരു വർഷം കഴിയുകയാണ് ഇവോൾവ് എന്ന് പറഞ്ഞിട്ടൊരു മെഗാ പ്രോഗ്രാം മുബീൻ മുഹമ്മദ് സാർ എന്ത് ചെയ്യാണ്, അനൗൺസ് ചെയ്തു. ഇതിലുള്ള മുമ്പുള്ള പഴയ ലീഡേഴ്സിനൊക്കെ അറിയാവുന്നതാണ് ഇവോൾവിന്റെ ഒരു സംഭവം. ഇവോൾവ് എന്ന പ്രോഗ്രാമിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കോഴിക്കോട് ശിക്ഷസാധന എന്ന് പറഞ്ഞ ഹോട്ടൽ വെച്ചിട്ട് ഇപ്പോൾ ലീഡേഴ്സിന്റെ ഒരു ട്രെയിനിങ്, ലീഡേഴ്സ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീൻസ് എനിക്ക് തോന്നുന്നു ഒരു DTCA പോകാന്ന് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഉമർ ഉസ്താദ് എന്ന് പറഞ്ഞ വ്യക്തി ശരിക്ക് അന്ന് വണ്ടി ഇല്ല, ഉമർ ഉസ്താദ് അന്ന് കാർ ഇല്ലാതെ 2 വീലർ മാത്രമുള്ള സമയമാണ്. അപ്പൊ ഞാൻ അസോസിയേറ്റ് ചെയ്ത സമയത്ത് എന്റെ വാഹനമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉമർ ഉസ്താദിന്റെ ഡ്രൈവറായിട്ട് വണ്ടിയിൽ പോയി. അപ്പൊ അവിടെ എത്തി വണ്ടി പുറത്തിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ എന്നോട് ലീഡേഴ്സ് പറഞ്ഞു കയറി ഇരുന്നോളൂ, നിങ്ങൾ കയറി ഇരുന്നോളൂ പറഞ്ഞു. ശരിക്കും DTCA പോകാൻ തോന്നുന്നുണ്ട് ഓർമ്മ ലീഡേഴ്സ് മീറ്റ് നടക്കുന്നത്. ഇന്ന് ചെറൂർ സാറൊക്കെ ആ മീറ്റിംഗിലുണ്ട്. ഇപ്പൊ എന്നോട് പറഞ്ഞ് കയറി ഇരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിൽ അവിടെ ഇരുന്നു. പക്ഷെ അവിടെ ബെല്ലൻ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മളെ ബ്രോൺസ് ആയിട്ട് അതായത് 1000 ബ്രോൺസിന് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് അന്നത്തെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ കോൺടെസ്റ്റ് പോലെ വെക്കുകയും പിന്നെ നമ്മളെ കണ്ടിന്യൂ പെർഫോമൻസ് അടിക്കുന്ന ആളുകൾക്ക് അവിടെ സ്റ്റേജിൽ കയറാൻ, ഇവോൾവിന്റെ മുബീൻ മുഹമ്മദ് സാറ് പ്രോഗ്രാമിൽ സ്റ്റേജിൽ കയറാൻ അവസരം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ആ ഒരു സമയത്ത് എന്റെ ഉള്ളിലേക്ക് അത് കയറി. കാരണം ഇതിന്റെ മുമ്പ് എനിക്ക് എന്തുണ്ട്, ടുഡേ RTPയിൽ എനിക്ക് സ്റ്റേജിൽ കയറാൻ അവസരം കിട്ടി. കാരണം അവസാന സമയത്ത് റിവ്യൂ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ എനിക്ക് സ്റ്റേജിൽ കയറിയ സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ മുമ്പേ നന്നായിട്ട് പാടുകയും സ്റ്റേജിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ആളാണ്, മുമ്പ് പാടാറുമുണ്ട്. പക്ഷെ സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുമുണ്ട്. പക്ഷെ ഇത്തരം സ്റ്റേജിൽ സംസാരിക്കൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതും എങ്ങനത്തെ, എല്ലാ ആളുകളും ഒരേ മനസ്സുകൊണ്ട് കാണുന്ന, ഒരേ കൽബുകൊണ്ട് കാണുന്ന ഒരു വിഭാഗം ആളുകൾ. കാരണം ഇവിടെ അസൂയ കുശുമ്പോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ അസൂയയും കുശുമ്പും ദേഷ്യവും വാശിയും ഒന്നും ഉള്ള ആൾ ഈ ബിസിനസ്സിൽ ബിഗ് സീറോ ആയിട്ട് മാറും. നമ്മളെ കൂടെ വന്നവരെ അല്ലെങ്കിൽ ആരെങ്കിലും മുമ്പ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യമോ പോരോ വാശിയോ വെച്ചാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ പരിപാടി നിർത്തിയേക്കാം, ഉറപ്പാ. അങ്ങനെ ചെയ്ത ഒരാൾ ഏകദേശം ഒരു 4.5 വർഷത്തിന്റെ അടുക്ക് ഈ മൈലേഷ്യൽ ബിസിനസ് ഞാൻ
തുടങ്ങിയ സമയം മുതൽ കണ്ട ഒരുപാട് ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിലില്ല. കാരണം അവരുള്ളിൽ മറ്റുള്ളവരെ കുറിച്ച് വന്ന തെറ്റിദ്ധാരണകളും കുറ്റം പറച്ചിലും കുറവ് പറയലുമാണ് അവരിന്ന് എന്ത് ചെയ്ത് ഈ ബിസിനസ്സിൽ ഒന്നും അല്ലാതായി പോയത്. അതുകൊണ്ട് അത് സാന്ദർഭമായിട്ട് ഓർമ്മപ്പെടുത്തിയാണ്. അത്തരം സംഭവങ്ങൾ ഉള്ള ഒരു ലോകത്ത് എന്ത് ചെയ്യാണ്, ഒരു ഒന്നിച്ചുള്ള ഒരാളുകളെ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, ഒരുപാട് അത് ഫീൽ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്ത ആ ഒരു നെക്സ്റ്റ് നടന്നിട്ടുള്ള ഒരു ഇവോൾവ് എന്ന് പറഞ്ഞ ഒരു മെഗാ പ്രോഗ്രാം നമ്മളെ കൊച്ചിയിൽ വെച്ച് നടന്നിട്ട് ആ പ്രോഗ്രാം ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടന്ന ആ ഒരു ഇവോൾവ് എന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു 4 മാസം മുമ്പാണ് മീറ്റിംഗ് നടക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു, പെർഫോമൻസ് ബോണസ് വിൻ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പ്രോഗ്രാം വേദിയിൽ കയറാനുള്ള അവസരം ഉണ്ട് എന്ന് പറയുകയും ആ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പെർഫോമൻസ് എന്താണെന്ന് ചോദിച്ച സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ ആംഗിളിലെ ആൾക്ക് 1 ലക്ഷം ബിസിനസ് വോളിയം നമ്മൾ ഓർഗനൈസേഷൻ 1ലും 2ലും വന്നാൽ പെർഫോമൻസ് ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 3 തവണ പെർഫോമൻസ് വരികയാണെങ്കിൽ 4 മാസത്തിൽ 3 തവണ വരികയാണെങ്കിൽ സ്റ്റേജിൽ കയറാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കിട്ടിയ സാധനം എൻ്റെ കൂടെ അന്ന് അസോസിയേറ്റ് ചെയ്ത് എൻ്റെ ലീഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ലീഡേഴ്സിനായിട്ട് സംസാരിച്ച സമയത്ത് ശക്തമായി ഇറങ്ങി ആ ഒരു ഇവോൾവ് ആകുമ്പോഴേക്ക് ശരിക്കും എൻ്റെ ഓർമ്മ ഞാനൊരു റൂബിയൊക്കെ ഉള്ള ആ ഒരു സമയത്തായിരിക്കും ഞാൻ ആ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടാവുക. എന്നെ TC ആണ് ഉണ്ടാവുള്ളൂ. ശേഷം ഇവോൾവ് വന്ന 3 മാസത്തെ ആ ഒരു പെർഫോമൻസ് കഴിയുന്നതോടുകൂടി DTC ടച്ചിങ്ങിലേക്ക് പോയി എൻ്റെ ബിസിനസ് റാങ്ക് ചേഞ്ച് ചെയ്യുകയും ആ DTC ടച്ചിങ് ആ സമയത്ത് ഇവോൾവ് പോയ സമയത്ത് ഏകദേശം ഒരു ഓൾ ഓവർ ഇന്ത്യയിൽ മുബീൻ മുഹമ്മദ് സാർ ഓർഗനൈസേഷനിൽ നമ്മുടെ TC റാങ്കിൽ, അതായത് കമ്പനിയുടെ ആദ്യ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ ഏകദേശം ഒരു 6ാം സ്ഥാനത്ത് ടോട്ടൽ മുബീൻ മുഹമ്മദ് സാർ ഓർഗനൈസേഷൻ. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ നെക്സസിലൊക്കെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു. അതേപോലെ ഇതിന്റെ മുമ്പ് നടന്ന ഇവോൾവിന് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മളെ ഇവോൾവ് ഈ പ്രോഗ്രാമിൽ നെക്സസിലൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ വിഹാനിലും ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ്. ആ ഇവോൾവ് പ്രോഗ്രാമിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ ഒരു 10ൽ താഴെയുള്ള റാങ്കിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റി. അതുവരെ ഞാൻ ഈ ബിസിനസ്സിൽ ഒന്നും അല്ലാതെ നിന്നു. പക്ഷെ ദൈവ നിയമം കൊണ്ട് എനിക്ക് ആ ഒരു റാങ്കിലേക്ക് അന്ന് എത്തിപ്പെടാൻ പറ്റി. അത് ഞാൻ ആ ഒരു സ്റ്റേജിൽ കയറി ഒരു ആദരവ് വാങ്ങി. ഇപ്പോഴത് എൻ്റെ മുമ്പിലുണ്ട്. അന്ന് തന്നൊരു മൊമെന്റോ, ഇവോൾവ് തന്നതും നെക്സസ് തന്നതും അഭ്യുദയിൽ വന്നതും വിഹാനിൽ വന്നതും ഒക്കെ എൻ്റെ മുമ്പിലുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ കയറി ആ ഒരു ചെറിയ റാങ്കിലേക്ക് ചെറിയൊരു ആദരവ് കിട്ടി. ശേഷം അത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് എനർജി കിട്ടി. നമ്മൾ കൂടെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് 6000 രൂപയാണ് ആ ഒരു പ്രോഗ്രാമിന് എൻട്രി ഫീ ഉണ്ടായിരുന്നത്. വലിയ ഒരു ഫോട്ടോ അല്ലെ, നമുക്കറിയാം വലിയൊരു എന്താ പറയാ ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു 4000-ഓളം ആളുകളെ എണ്ണാൻ പറ്റിയൊരു ഫോട്ടോ നമുക്ക് തന്നിരുന്നു അന്ന്. ആ പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിൽ വന്നു. പിന്നെ ഒരു വർഷം കഴിയാണ് അടുത്തൊരു പ്രോഗ്രാം അനീസാർ വെച്ചു. ആ പ്രോഗ്രാമിലേക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അന്നും ഏകദേശം റാങ്കിലേക്ക് വരാൻ പറ്റി. മുർസാദ് 1ാം സ്ഥാനത്ത് വന്നു. ശേഷം ഉള്ള റാങ്കിൽ എനിക്കും വരാൻ പറ്റി. അത് കഴിഞ്ഞു ആ ഒരു അഭ്യുദയ എന്ന് പറഞ്ഞ വീണ്ടും ഒരു വർക്ക്ഷോപ്പ് വെച്ചു. ഒരു 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാം, എനിക്ക് STCA പോവാന്ന് എൻ്റെ ഓർമ്മ. ട്രെയിനിങ് പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് നടത്തി. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ അനീസാർ അന്ന് പറഞ്ഞിരുന്നു, ഈ ഒരു മുമ്പോട്ടുള്ള 4 മാസത്തിൽ ആദ്യ 3 മാസം പെർഫോമൻസ് അടിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, ഒരു 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് അനീസാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ അവിടെ അടുത്തൊരു തീരുമാനമുണ്ട്, ഈ ഒരു ക്യാഷ് അവാർഡ് ഞാൻ നേടിയിരിക്കുന്നു. പക്ഷെ അന്നും അതേപോലെ നാട്ടിൽ വന്നു എൻ്റെ കൂടെ വന്ന് ഇന്നുള്ള ഒരുപാട് അസോസിയേറ്റ് ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു അവാർഡ് മീൻസ് 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഒന്ന് ഉമർസാദ് വാങ്ങിച്ചു, ഒന്ന് ആ 10,000 രൂപയുടെ ക്യാഷ് അഭ്യുദയ എന്ന പ്രോഗ്രാമിൽ വെച്ചിട്ട് ആ സംഭവം. ശേഷം നമ്മളെ അയ്യൂബ് സാറ് NTC സെലിബ്രേഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന്റെ ആദരവ് താമരശ്ശേരിന്ന് കിട്ടി. അത് കഴിഞ്ഞ് അനീസാർ എന്നോട് ചോദിച്ചു ആരാണ് വിന്നായ, അപ്പൊ എന്റെ അക്കൗണ്ട് നമ്പർ വാങ്ങി അനീസാർ എനിക്ക് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു തന്നു. അതും അടയ്ക്ക് നേടാൻ പറ്റി അഭ്യുദയ പ്രോഗ്രാമിലെ ക്യാഷ്. അത് കഴിഞ്ഞ് ശേഷം എൻ്റെ മനസ്സിൽ വന്നൊരു ആഗ്രഹമാണ്, ഞാൻ മുമ്പേ 4 വീലർ വാഹനം ഉപയോഗിച്ച ഒരാളാണ്, കാർ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാറ് ഉപയോഗിച്ചു കൊറോണ പ്രതിസന്ധി വന്ന സമയത്ത്, കടബാധ്യത വന്ന സമയത്ത് കാറ് വിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഞാൻ ഉമർസാട് സംസാരിച്ച് ഞാനിങ്ങനെ എൻ്റെ വണ്ടി കൊടുക്കലല്ലാതെ ഇനി നിർവാഹമില്ല എന്ന് പറഞ്ഞു. ഉമർസ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പൊ നിങ്ങൾ അത് കുടിക്കുക, നമുക്ക് ഇൻഷാല്ല ഒരു വണ്ടി നമുക്ക് ഇതിൽ കൂടെ ഇതിനേക്കാളും നല്ലൊരു വണ്ടി നമുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ വാഹനം അന്ന് വിറ്റു. ശേഷം ഉമർസ പറഞ്ഞു നമുക്ക് വാഹനം എടുക്കാന്ന് പറയും. പക്ഷെ ശേഷം പലതവണ ഉമർസ വാഹനം എടുക്കാനായിട്ടുണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ മാസം ഒരു ഫസ്റ്റില് എന്ത് ചെയ്തു, എനിക്കൊരു പുതിയ വാഹനത്തിലേക്ക് മാറാൻ വേണ്ടി പറ്റി.
ഇപ്പൊ നിലവില് എനിക്കുണ്ടായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എൻ്റെ ഉമ്മ അന്ന് എൻ്റെ കൂടെ അല്ല. ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് ആദ്യം മോനത് തുടങ്ങിക്കോ എന്ന് പറയും, എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരികയും ചെയ്ത് എൻ്റെ ഉമ്മ. ഞാൻ എൻ്റെ അടുത്ത് അതിന് ഉണ്ടാവാറ് ഉമ്മ. ആ ഉമ്മ ഈ ഒരു 40 50 ദിവസം ആവുന്നേ ഉള്ളൂ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ദൈവനിയോഗം കൊണ്ട് എൻ്റെ ഉമ്മ ഉള്ള സമയത്ത് ആ വാഹനത്തിന്റെ ചാവി ഹാൻഡ് ഓവർ ചെയ്യിക്കാൻ വേണ്ടി എനിക്ക് പറ്റി. അതെനിക്ക് ഞാൻ മുമ്പ് ചെയ്ത മേഖലയിൽ ബിസിനസ്സിലുള്ള സമയത്ത് ഞാൻ കാർ എടുത്തിട്ടുണ്ട്, അന്ന് എൻ്റെ മനസ്സിൽ തോന്നാത്തൊരു സംഭവമാണ്. പക്ഷെ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുത്തിയത് ഈ ഒരു ബിസിനസ്സിലുള്ള ഒരു വ്യക്തി ആ ഒരു ഉമ്മനെ കൊണ്ട് കാർ എടുപ്പിച്ച സമയത്ത്, എനിക്ക് തോന്നുന്നത് ചെറൂർ സാറാന്നാണ് എൻ്റെ ഓർമ്മ. ഉമ്മ എന്നെ കൊണ്ട് അവർ ചാവി വാങ്ങിയൊരു ഫോട്ടോ കണ്ട സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ വൈഫിനോട്, ഇൻഷാ അല്ലാ ഉമ്മ ഉണ്ടെങ്കിൽ ഉള്ള കാലത്ത് വാഹനം എടുക്കണം, അങ്ങനെയെങ്കിൽ നമുക്ക് ഉമ്മച്ചിനെ കൊണ്ട് കാർ എടുപ്പിക്കുക എന്ന് പറയും. എൻ്റെ ഉമ്മനെ കൂട്ടി അന്ന് എനിക്ക് എൻ്റെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ മുറസാദ് ഇവിടെ വന്ന് ഞങ്ങളെ വണ്ടി കയറ്റി കോഴിക്കോട് കൊണ്ടുപോയി മാരുതിന്റെ ഷോറൂമിൽ പോയി. ആ ഒരു സമയത്ത് കാറെടുത്ത് വന്ന സമയത്ത് നമ്മളൊക്കെ പുറത്ത് ഫോട്ടോ എടുക്കുമ്പോഴും ഉമ്മ അപ്പുറന്ന് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീമിൽപ്പെട്ട ലീഡർ ചോദിച്ചു എന്തായി, ഒന്നുമില്ല. അപ്പൊ ഉമ്മ ഒന്നുമില്ല, ഇങ്ങനെ സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു കേക്ക് മുറിക്കാനും ആ കേക്ക് ഉമ്മക്ക് ആ ചാവി വാങ്ങിച്ചത് കൊടുക്കാനും ആ ഒരു സമയം എനിക്ക് അവിടെ പറ്റിയതിൽ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ ഒരു സംഭവം. കാരണം അത് നമുക്കൊക്കെ മനസ്സിലാവും. പലരും പറയും ഉമ്മ ഉള്ള കാലത്ത് ഉമ്മന്റെ പ്രാധാന്യം, ഇരിക്കുന്ന പലർക്കും ഉമ്മ ഉണ്ടാവാം ഉപ്പ ഉണ്ടാവാം, എനിക്ക് ഉമ്മയും ഉപ്പയില്ല. ഈ ഒരു ഉപ്പ ഉള്ള കാലത്ത് നമുക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും വാല്യൂ പ്രാധാന്യം മനസ്സിലാവില്ല. പക്ഷെ ഉമ്മ ലോകത്തുനിന്ന് വിട്ടുപോയ ഒരുപാട് ആളുകൾ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. കാരണം ഉമ്മ ഉണ്ടല്ലേ. പക്ഷെ ശേഷമാണ് ഇപ്പൊ ഉമ്മ ഇല്ലാത്ത ഒരു പ്രയാസം, ആ ഒരു സംഭവം നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഉമ്മ കാറ് വാങ്ങി, കാർ എടുത്തു വന്നു. അപ്പൊ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ഓ ഉമ്മ ഇപ്പോ വണ്ടിയൊക്കെ എടുത്ത് വരികയല്ലേ, ഉമ്മക്ക് ഇപ്പൊ എന്താ എന്നുള്ള ചോദിച്ചു. അപ്പൊ എൻ്റെ ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏതായാലും എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ, ഉമ്മയുടെ മക്കള് ഏകദേശം ഒരു 100ൽ മേലെ മെമ്പേഴ്സ് ഉണ്ട് ഉമ്മക്ക് ഫാമിലിയിൽ. അപ്പം ഈ മക്കളിലൊക്കെ ഒരുപാട് ആള് പുതിയ വാഹനം, ഇതിനേക്കാണ് വില കൂടിയ വാഹനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏതായാലും കാർ എടുക്കുമ്പോൾ എന്നെ കൊണ്ടുപോയല്ലോ എന്നുള്ളൊരൊറ്റ ചോദ്യം മാത്രം ഈ ജീവിതത്തിൽ. അപ്പം ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ സംഭവം. അപ്പം ഞാനിപ്പോ ഇന്നലെ അനീസാറായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അനീസാറെ കോഴിക്കോട് നിന്ന് പിക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അനീസാർ ഇങ്ങനെ വാഹനം എടുത്ത കഥയൊക്കെ ചോദിച്ചപ്പം ഞാൻ അതിന്റെ വിലയൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് ഇപ്പം ടാക്സ് കുറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുറവ് വന്നു, പക്ഷെ എന്നാലും എനിക്ക് കിട്ടിയൊരു ഭാഗ്യമുണ്ട്. അത് ബെന്നിസാറും പറയാറുണ്ട്. കാരണം ഇനിയിപ്പോ ഇവിടെ 2 ലക്ഷം അല്ല 10 ലക്ഷം വില കുറഞ്ഞാലും എനിക്ക് ഉമ്മ ഉള്ള സമയത്ത് വാഹനം എടുക്കാൻ പറ്റിയത് അത് ജീവിതത്തിൽ വലിയ വില കൊടുക്കാൻ പറ്റാത്തൊരു സംഭവം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും ഒരുപാട് ജീവിതത്തിൽ സന്തോഷിക്കാനൊക്കെ പറ്റി. പക്ഷെ ഇവിടെ ഞാൻ ചെയ്തത് എനിക്ക് എന്നാൽ കഴിയുന്ന, ചിലപ്പോൾ അപകടങ്ങളും അപാകതകളൊക്കെ ഓരോ ആളുകളെടുത്തും വരും, മനുഷ്യ സഹജമായിട്ട് വരുന്ന സംഭവമാണ്. ഞാനിവിടെ ചെയ്തത് എൻ്റെ ലീഡേഴ്സ് പറഞ്ഞ കാര്യം ഏകദേശം എനിക്ക് കഴിയുന്ന, ഇപ്പൊ എല്ലാ ആൾക്കും കഴിഞ്ഞോളണമെന്നില്ല. ഒരുപാട് ആൾക്ക് ഒരുപാട് കഴിവുള്ളവരുണ്ടാവും, കഴിവില്ലാത്തവരുണ്ടാവും. എന്നാൽ കഴിയുന്ന എല്ലാ സംഗതികളും ഞാൻ ചെയ്യാനും എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ അസോസിയേറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അബാധകളോ പാകപ്പിഴകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരും ക്ഷമിക്കുക. അപ്പം എൻ്റെ ലീഡേഴ്സ് പറഞ്ഞ ഏകദേശ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഇപ്പൊ എന്നെ കളിയാക്കിയവരുണ്ട്, ഒറ്റപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ സമൂഹത്തിലല്ല, എൻ്റെ കുടുംബത്തിലല്ല, ജീവിതത്തിൽ എനിക്ക് വേണ്ടാത്ത ഒരുപാട് ആളുകളെ മുമ്പിൽ ഒരു ആവശ്യമില്ലാത്തൊരു വ്യക്തിയായിരുന്ന സമയങ്ങളിൽ നിന്നും മാറിയിട്ട് ഇന്ന് കുടുംബത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ എല്ലാ സംഭവത്തിനും വേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് മാറ്റിയ ഒരു ഐഡിയ ആണ് എൻ്റെ കയ്യിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ